ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത പ്രിലിംസ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വന്ദേ ഭാരതത്തെ മറികടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനിന്റെ പേര്. ആൻസർ വരുന്നത് നമോ ഭാരത് ട്രെയിൻ. വന്ദേ ഭാരതത്തെ മറികടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനാണ് നമോ ഭാരത് ട്രെയിൻ. ഇതെങ്ങനെ ഓർമ്മിക്കാഞ്ഞാൽ നമ്മൾ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയും ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പറയുന്ന സാധാരണ നമിച്ചു മോനെ. അതുപോലെ വന്ദേ ഭാരതത്തെക്കാളും മറികടക്കാൻ പറ്റുന്ന ട്രെയിനാണ് നമോ ഭാരത്. നമിച്ചു, നമോ ഭാരത് ട്രെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2026 100ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന ആസാമീസ് കവി. 100ാം ജന്മവാർഷികം 2026 ആചരിക്കപ്പെടുന്ന ആസാമീസ് കവിയാണ് ഭൂപൻ ഹസാരിക. അത് പേരിൽ തന്നെ ഒരു സാമ്യം ഉണ്ടല്ലോ, സെയിം. ആസാമീസ് ഭൂപൻ ഹസാരിക, ഹസാരിക ആസാമീസ്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ജിയോഗ്രഫി അന്താരാഷ്ട്ര മാഗസിൻ 2025 ഒക്ടോബറിലെ എഡിഷൻ കവർ ചിത്രമായ കറുത്ത കടുവ കാണപ്പെടുന്ന കടുവാസങ്കേതം ഏത്? ആൻസർ സിംലിപാൽ, ഒഡീഷ. നാഷണൽ ജിയോഗ്രഫി അന്താരാഷ്ട്ര മാഗസിന്റെ കറുത്ത കടുവ കാണപ്പെടുന്ന കടുവാസങ്കേതമാണ് സിംലിപാൽ, ഒഡീഷ. ഇതെങ്ങനെയാണ് കോഡ് പറയുന്നത്? സിംലിപാൽ, ഒഡീഷ എന്ന് പറഞ്ഞാൽ ഓടിയാല് സിം ബ്യൂട്ടി ആയിരിക്കും, പക്ഷെ വെയിലത്തോടിയാൽ കറുത്തുപോകും. ഓടിയാൽ സിം ബ്യൂട്ടി ആയിരിക്കും, വെയിലത്തോടിയാൽ കറുത്തുപോകും. അതായത് ഒഡീഷ സിംലിപാൽ, കറുത്ത കടുവ കാണപ്പെടുന്നത് ഒഡീഷയിലാണ് സിംലിപാൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറെന്റ് ബട്ട് നോ ലെസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? അനുപം ഖേർ. അനുപം ഖേറിന്റെ പുസ്തകമാണ് ഡിഫറെന്റ് ബട്ട് നോ ലെസ്. അതായത് നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയ ആൾക്കാരെ എന്ത് ചെയ്യണം, കുറച്ച് കെയർ കൊടുത്താൽ അവർക്ക് ഒരു നഷ്ടവും സംഭവിക്കില്ല. അതുകൊണ്ട് അത് നമുക്കൊരു അനുഭവമായിരിക്കും. ഡിഫറെന്റ് ബട്ട് നോ ലെസ്, അനുപം ഖേർ. അടുത്ത ക്വസ്റ്റ്യൻ, പുനർവിവാഹിതരായ അച്ഛനമ്മമാരുടെ കുട്ടികൾക്ക് പഠന മാനസിക പിന്തുണ ഉറപ്പാക്കുന്ന പദ്ധതി സുരക്ഷാമിത്ര. പുനർവിവാഹിതരായ അച്ഛനമ്മമാരുടെ കുട്ടികൾക്ക് പഠന മാനസിക പിന്തുണ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് സുരക്ഷാമിത്ര. അത് മിത്രത്തെ പോലെയെങ്കിലും കണ്ടെങ്കിൽ അവർക്ക് സുരക്ഷ നൽകണം. സുരക്ഷാമിത്ര. ഇന്ത്യയിലെ ഏത് IIM ആണ് അടുത്തിടെ ദുബായിൽ ക്യാമ്പസ് ആരംഭിച്ചത്? IIM അഹമ്മദാബാദ്. IIM അഹമ്മദാബാദ് ആണ് ഇന്ത്യയിലെ ദുബായിൽ ക്യാമ്പസ് ആരംഭിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള ദുബായിൽ നിന്ന് ക്യാമ്പസ് ആരംഭിച്ചത്. ദുബായിലൊക്കെ പോയി IIM ആരംഭിക്കണ്ടെങ്കിൽ ഒരു അഹങ്കാരം തന്നെയാണ് അവരത്. IIM അഹമ്മദാബാദ്. ഇന്ത്യയുടെ പുരാതന കയ്യെഴുത്ത് പ്രതികൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലാണ് ജ്ഞാനഭാരതം പോർട്ടൽ. ഇന്ത്യയുടെ പുരാതന കയ്യെഴുത്ത് പ്രതികൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലാണ് ജ്ഞാനഭാരതം പോർട്ടൽ. പുരാതന കാലത്തെ പല പ്രതികളും എടുത്തു നോക്കുമ്പോൾ തന്നെ അതിൽ കുറെ അറിവ് നമുക്ക് ലഭിക്കുന്നതാണ്. ജ്ഞാനഭാരതം, ജ്ഞാനം ലഭിക്കും. പുരാതനവും പുരാതനമുള്ള പല എഴുത്തുകളും കയ്യെഴുത്ത് പ്രതികളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കുറെ അറിവുകൾ ലഭിക്കുന്നതായിരിക്കും. അതായത് ജ്ഞാനഭാരതം പോർട്ടൽ. കേരളത്തിലെ കുടുംബങ്ങളെ സന്തോഷത്തിന്റെ കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഹാപ്പി കേരള എന്ന സംരംഭം ആരംഭിച്ച പ്രസ്ഥാനം. ആൻസർ കുടുംബശ്രീ. കുടുംബശ്രീയാണ് ഹാപ്പി കേരള എന്ന സംരംഭം ആരംഭിച്ചത്. അതെങ്ങനെ ഓർമ്മിക്കുക വെച്ചാൽ, ഇപ്പോൾ കേരളത്തിലെ സ്ത്രീകളിൽ ഇപ്പോൾ അടിപൊളിയാണ്. അതുപോലെ അവരെ കുടുംബശ്രീക്കൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് നാട്ടുവർത്താനമൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഹാപ്പി കേരള കുടുംബശ്രീ പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, കേരളത്തിൽ ആദ്യമായി ഏത് സർക്കാർ സ്കൂളിലാണ് AI റോബോട്ടിക് ലാബ് സ്ഥാപിക്കപ്പെട്ടത്? ആൻസർ പുറവത്തൂർ ഗവൺമെന്റ് UP സ്കൂൾ. മലപ്പുറം ജില്ലയിലെ പുറവത്തൂർ ഗവൺമെന്റ് UP സ്കൂളിലാണ് കേരളത്തിൽ ആദ്യമായി AI റോബോട്ടിക് ലാബ് സ്ഥാപിക്കപ്പെട്ടത്. ഇതെങ്ങനെ ഓർമ്മിക്കുക വെച്ചാൽ, മലയെന്ന് വന്നാലും പുറത്തുനിന്ന് ആര് വന്നാലും റോബോട്ടിക് ലാബ് ആയതുകൊണ്ട് പ്രവേശിപ്പിക്കില്ല, അകത്ത് പ്രവേശിപ്പിക്കില്ല. മലയെന്ന് മുകളിൽ നിന്ന് വരുന്ന ആളാന്ന് പറഞ്ഞാലും പുറത്തുനിന്ന് ആരെയും ഇതിനുള്ളിൽ പ്രവേശിപ്പിക്കില്ല, റോബോട്ടിക് ലാബ് ഉള്ളത് കൊണ്ട് തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ പദ്ധതി. ആൻസർ വരുന്നത് ക്യാൻസർ രഹിത കണ്ണപുരമാണ്. ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ പദ്ധതിയാണ് ക്യാൻസർ രഹിത കണ്ണപുരം. അടുത്ത ക്വസ്റ്റ്യൻ, 2025 പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ ഗോൾഡ് പുരസ്കാരം ലഭിച്ചത് കേരള ടൂറിസം. കേരള ടൂറിസത്തിനാണ് 2025 പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ
ഗോൾഡ് പുരസ്കാരം ലഭിച്ചത്? അടുത്ത ക്വസ്റ്റ്യൻ, 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി കിരീടം നേടിയത് വിയപുരം ചുണ്ടൻ. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി കിരീടം നേടിയത് വിയപുരം ചുണ്ടൻ. ഇതിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് കാത്തു എന്ന കാക്കത്തമ്പുരാട്ടിയാണ്. വള്ളം തുഴഞ്ഞു വരുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടിയാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. ഇതെങ്ങനെ ഓർമ്മിക്കുക? വിയപുരം ചുണ്ടൻ. വിയപുരം ചുണ്ടനാണ്. വയ്യാതെ ആയാൽ പോലും നമ്മൾ നെഹ്റു ട്രോഫി വിട്ടുകൊടുക്കില്ല. വയ്യാതായാൽ പോലും നെഹ്റു ട്രോഫി വിട്ടുകൊടുക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ, പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ഡൽഹി നിയമസഭയാണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ഡൽഹി നിയമസഭ. ഡൽഹിയിൽ ഇപ്പോൾ വായു മലിനീകരണത്തിന്റെ ന്യൂസ് എല്ലാം നമ്മൾ കാണുന്നല്ലേ, അപ്പൊ അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ഡൽഹി നിയമസഭയാണ് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസിദ്ധ സസ്യശാസ്ത്രജ്ഞനായ MS സ്വാമിനാഥന്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് MS സ്വാമിനാഥന്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ കോഡൊന്നും അറിയില്ല, അറിയുന്നവർ കമന്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് ഉദ്ഘാടനം ചെയ്തത് എവിടെ? മുംബൈ. മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് ഉദ്ഘാടനം ചെയ്യുന്നത്. വനിതാ ക്ലീൻ സ്ട്രീറ്റ് ഫുഡിന്റെ കാര്യം തന്നെ നമ്മൾ മുമ്പിലെത്താൻ വേണ്ടി ശ്രമിക്കൂലേ, ഫുഡിന്റെ കാര്യം ആണെങ്കിൽ. അതായത് വനിതകൾ പ്രത്യേകിച്ചും മുമ്പിലായിരിക്കും. മുംബൈയാണ് വനിതാ ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് ഉദ്ഘാടനം ചെയ്തത്. മുംബൈ. ഇന്ത്യയിലെ AI അധിഷ്ഠിത അംഗനവാടി ആരംഭിച്ചത് എവിടെ? നാഗ്പൂർ, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ AI അധിഷ്ഠിത അംഗനവാടി ആരംഭിച്ചത് നാഗ്പൂർ, മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിവേക് ഗുപ്ത. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിവേക് ഗുപ്ത. ന്യൂസ് പേപ്പറൊക്കെ വായിച്ചാൽ വിവേകം ഉണ്ടാവും, നല്ല അറിവുണ്ടാവും. വിവേക് ഗുപ്തയാണ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ വയോസേവന ആജീവനാന്ത സംഭാവന പുരസ്കാരത്തിന് അർഹരായത് ഷീല മേദിനി. ഷീല മേദിനിയാണ് സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ വയോസേവന ആജീവനാന്ത സംഭാവന പുരസ്കാരത്തിന് അർഹരായത്. വയോജനങ്ങളെ സേവിക്കുന്നത് തന്നെ ഒരു ശീലമാക്കിയാൽ ഒരു നീതിയുള്ള കാര്യമാണ്. ഒരു ശീലമാക്കണം വയോജനങ്ങളെ സേവിക്കുന്നത്. അതൊരു നല്ല ഒരു നീതി ഉള്ള ഒരു കാര്യമാണ്. ഷീല മേദിനി വയോസേവന ആജീവനാന്ത സംഭാവന പുരസ്കാരം. അടുത്ത ക്വസ്റ്റ്യൻ, നുവാഖായ് എന്ന വിളവെടുപ്പ് ഉത്സവം നടക്കുന്നത് എവിടെ? ഒഡീഷ. നുവാഖായ് എന്ന വിളവെടുപ്പ് ഉത്സവം നടക്കുന്നത് ഒഡീഷ നമ്മൾ മുന്നിലൊരു ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്. കറുത്ത കടുവയെ കാണപ്പെടുന്നത് ഒഡീഷ, സിംലിപാൽ. അതുപോലെ നുവാഖായ് വിളവെടുപ്പ് നടക്കുന്നതും ഒഡീഷയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ആഗസ്റ്റിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം ഉണ്ടായ ചശോദി എന്ന ഗ്രാമം എവിടെയാണ്? ചശോദി ഗ്രാമം ജമ്മു കാശ്മീർ. ചശോദി ജമ്മു കാശ്മീർ. ശാശ ഓർമ്മിക്കുക. ചശോദി ജമ്മു കാശ്മീർ. 2025 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം നയാ ഭാരത്. 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയമാണ് നയാ ഭാരത്. അതിൻ്റെ അകത്തൊരു 9 കാണുന്നുണ്ട്. 9 അങ്ങനെ ഓർമ്മിച്ചാൽ 9 അല്ലേ 9 വരുന്നത്. അതുപോലെ നയാ ഭാരത് 79ാമത് സ്വാതന്ത്ര്യ ദിനം നയാ ഭാരത്. അടുത്ത ക്വസ്റ്റ്യൻ, ചരക്കു ഗതാഗതത്തിനായി തുറന്നുകൊടുത്ത ജമ്മു കാശ്മീരിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് അനന്തനാഗ്. ചരക്കു ഗതാഗതത്തിനായി തുറന്നുകൊടുത്ത ജമ്മു കാശ്മീരിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ അനന്തനാഗ്. അനന്തമായി നീണ്ടു പോകുന്നതാണ്. ചരക്കു ഗതാഗതം നീളത്തിൽ കാണണ്ടേ, നമുക്ക് ഒരുപാട് സ്പേസ് വേണമല്ലോ. അതിനാണ് അനന്തനാഗ് റെയിൽവേ സ്റ്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, നിർമ്മിത ബുദ്ധി സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ആഗോള ടെക് കമ്പനികളായ ഗൂഗിൾ, മെറ്റ എന്നിവയുമായി സഹകരിക്കുന്ന ഇന്ത്യൻ കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. നിർമ്മിത ബുദ്ധി സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ആഗോള ടെക് കമ്പനികളായ ഗൂഗിളും മെറ്റയുമായി സഹകരിക്കുന്ന ഇന്ത്യൻ കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഒരു റിലേഷൻ ആണ്, അവർ തമ്മിലൊരു റിലേഷൻ ഉണ്ടാക്കുക. റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഇന്ത്യൻ കമ്പനി. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ആഗസ്റ്റിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ മാനസികാരോഗ്യ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ കായിക താരം അഭിനവ് ബിന്ദ്ര. അഭിനവ് ബിന്ദ്രയാണ്
ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ മാനസികാരോഗ്യ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ കായിക താരം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ പുറത്തിറക്കിയ ഓപ്പൺ എഐയുടെ ഏറ്റവും പുതിയ എഐ മോഡൽ ChatGPT-5. ChatGPT-5 ആണ് അടുത്തിടെ പുറത്തിറക്കിയ ഓപ്പൺ എഐയുടെ ഏറ്റവും പുതിയ മോഡൽ വരുന്നത്, ChatGPT-5. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാണ് കേരളം. ഏത് കേരള മുൻ മുഖ്യമന്ത്രിയുടെ ഡിജിറ്റൽ സ്മൃതി മ്യൂസിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് അടുത്തിടെ നിയമസഭയിൽ നടന്നത്? EMS. ഏത് കേരള മുൻ മുഖ്യമന്ത്രിയുടെ ഡിജിറ്റൽ സ്മൃതി മ്യൂസിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് അടുത്തിടെ നിയമസഭയിൽ നടന്നത്? ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം മുൻ മുഖ്യമന്ത്രിയുടെ എന്ന് പറയുന്നത് ഇപ്പോൾ VS അച്യുതാനന്ദനാണല്ലോ ഇപ്പോൾ അടുത്തിടെ അന്തരിച്ചത്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് EMSന്റേതാണ് അടുത്തിടെ ഡിജിറ്റൽ സ്മൃതി മ്യൂസിയത്തിന്റെ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നടന്നത്, EMSന്റേതാണ്. അതുപോലെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് ആഗസ്റ്റ് 21-നാണ്, മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപിച്ചത്. അതുപോലെ ഡിജിറ്റൽ സാക്ഷരത നേടിയ ജില്ലയായത് മലപ്പുറം ജില്ലയാണ്. ഡിജിറ്റൽ സാക്ഷരത ജില്ല മലപ്പുറം ജില്ലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, MS സ്വാമിനാഥൻ ദ മാൻ ഹൂ ഫെഡ് ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് പ്രിയംവദ ജയകുമാർ. പ്രിയംവദ ജയകുമാറിൻ്റെതാണ് MS സ്വാമിനാഥൻ ദ മാൻ ഹൂ ഫെഡ് ഇൻ ഇന്ത്യ എന്ന കൃതി. അടുത്ത ക്വസ്റ്റ്യൻ, ബഷീർ മുതൽ MT വരെ എന്ന കൃതി രചിച്ചത് ബാസുരചന്ദ്രൻ. ബഷീർ മുതൽ MT വരെ എന്ന കൃതി രചിച്ചത് ബാസുരചന്ദ്രനാണ്. അതെങ്ങനെയാ ഓർമ്മിക്കുക? ബഷീർ മുതൽ MT വരെ ഒക്കെ ഒരു കൃതി എഴുതണ്ടെങ്കിൽ അതൊരു അസുരനായ ആളായിരിക്കണം. ഇത് ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നതാണ്, കിട്ടാൻ വേണ്ടി നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ കിട്ടാൻ വേണ്ടി പറയുന്നതാണ് ബാസുരചന്ദ്രൻ. ബഷീർ മുതൽ MT വരെ എന്ന കൃതി രചിച്ചത് ബാസുരചന്ദ്രൻ. അടുത്തത്, അഗരം ഫൗണ്ടേഷൻ. അഗരം ഫൗണ്ടേഷൻ എന്ന പ്രസ്ഥാനം ആരംഭിച്ച സിനിമാ നടൻ? സൂര്യയാണ് അഗരം ഫൗണ്ടേഷൻ എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന റെയിൽവേ ട്രാക്കുകളിൽ ഒന്നായ പതൽപാനി കാലേക്കുന്ത് റെയിൽപാതയ്ക്ക് ഈയിടെ ഇന്ത്യൻ റെയിൽവേ പൈതൃക പദവി നൽകിയിരുന്നു. ഇത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് പതൽപാനി കാലേക്കുന്ത് റെയിൽവേ പൈതൃക പദവി ലഭിച്ച റെയിൽപാതയുള്ളത് പതൽപാനി കാലേക്കുന്ത്. ഇതെങ്ങനെ ഓർമ്മിക്കുക വെച്ചാൽ മദ്യം അത് പാനിയായിട്ട് കണക്ട് ചെയ്യാം. പകല് മദ്യം കുടിച്ചാൽ കാല് കുന്തം പോലെയാവും ഓർമ്മിക്കുക. മധ്യപ്രദേശ്. പകൽ പാനി അടിച്ചാൽ കാല് കുന്തം പോലെയാവും. മധ്യപ്രദേശ് പതൽപാനി കാലേക്കുന്ത് റെയിൽപാത. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഹാരപ്പൻ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എവിടെ? 2025 ഹാരപ്പൻ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ജയ്സാൽമേർ, രാജസ്ഥാൻ. രാജസ്ഥാനിലെ ജയ്സാൽമേറിലാണ് 2005 ഹാരപ്പൻ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യമായി ആന്റി ഡ്രോൺ സംവിധാനം ഏർപ്പെടുത്തിയ തുറമുഖം? കാണ്ഡല തുറമുഖം. കാണ്ഡല തുറമുഖത്താണ് ആദ്യമായി ആന്റി ഡ്രോൺ സംവിധാനം ഏർപ്പെടുത്തിയത്. ഇന്ത്യ വിഭജനത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് കാണ്ഡല തുറമുഖമാണ്. അവിടെയാണ് ആദ്യമായി ആന്റി ഡ്രോൺ സംവിധാനം ഏർപ്പെടുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ചെന്നൈ ആസ്ഥാനമായ സോഹോ കോർപ്പറേഷൻ വാട്സപ്പിന് പകരമായി തദ്ദേശീയമായി നിർമ്മിച്ച ചാറ്റിംഗ് ആപ്പ്? അറാട്ടൈ. അറാട്ടൈ ആണ് ചെന്നൈ ആസ്ഥാനമായ സോഹോ കോർപ്പറേഷൻ വാട്സപ്പിന് പകരമായി തദ്ദേശീയമായി നിർമ്മിച്ച ചാറ്റിംഗ് ആപ്പ്. ഇതെല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ തിരിച്ചായിരിക്കും ചോദിക്കുക. അറാട്ടൈ എന്നത് ഏത് നിർമ്മാണ കമ്പനിയാണ് നിർമ്മിച്ചത് എന്നത്? സോഹോ കോർപ്പറേഷൻ ആണ് വാട്സപ്പിന് പകരമായി തദ്ദേശീയമായി നിർമ്മിച്ച ചാറ്റിംഗ് ആപ്പ് അറാട്ടൈ. 2025 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയ സമിതിയിൽ അംഗമാകുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആണ് വിജയരാജ മല്ലിക. 2025 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയ സമിതി അംഗമാകുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആണ് വിജയരാജ മല്ലിക. ഇത് 2024 ചലച്ചിത്രങ്ങൾക്കാണ് 2025 വരുന്നത്. അതിന്റെ ജൂറി എന്ന് പറയുന്നത് പ്രകാശ് രാജാണ്. പ്രകാശ് രാജാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ജൂറി ആയിട്ട് വരുന്നത്, പ്രകാശ് രാജ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാൻ എൻഡറോമിക്സ് വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം? ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാൻ എൻഡറോമിക്സ് വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് റഷ്യ. അത് എല്ലാവർക്കും കിട്ടുന്ന ആൻസർ ആയിരിക്കും. എൻഡറോമിക്സ്, റഷ്യ രണ്ടും. അതിൽ വേർഡ് തന്നെ ഒരു സെയിം ഉണ്ടല്ലോ, എൻഡറോമിക്സ് റഷ്യ, സാമ്യതയുണ്ട്. എൻഡറോമിക്സ് റഷ്യ ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള വാക്സിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പന്തിന്റെ പേര്? ട്രിയോണ്ട. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പന്തിന്റെ പേരാണ് ട്രിയോണ്ട.
അടുത്ത ക്വസ്റ്റ്യൻ 2025 അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റായ ശക്തി ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ശ്രീലങ്കയാണ് ശക്തി ചുഴലിക്കാറ്റിന് പേര് നൽകിയത്. 2025 ആദ്യത്തെ ചുഴലിക്കാറ്റാണ് ഇത്. 2025 ശക്തി പേര് നൽകിയത് ശ്രീലങ്ക ശക്തി. അടുത്ത ക്വസ്റ്റ്യൻ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുപോയ കുട്ടികൾക്ക് പുനരധിവാസം നൽകുന്ന വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ പദ്ധതിയാണ് കാവൽ. അവർ കുറ്റകൃത്യങ്ങൾ ചെയ്ത കുട്ടികളാണ്, അവർക്ക് വേണ്ടുന്ന പുനരധിവാസം നൽകുന്നതാണ് കാവൽ. പുനരധിവാസം നൽകുന്നത് കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടുപോയ കുട്ടികൾക്ക് പുനരധിവാസം നൽകുന്ന വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ പദ്ധതിയാണ് കാവൽ. അടുത്ത ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രി ധൻ ധാന്യ യോജന പദ്ധതിയിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട ജില്ലകളുടെ എണ്ണം. 3 ജില്ലകളാണ് പ്രധാനമന്ത്രി ധൻ ധാന്യ യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഏതെല്ലാം ജില്ലകളാണെന്ന് പറഞ്ഞാൽ കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്. 3 ജില്ലകൾ കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും ധൻ ധാന്യ യോജന പദ്ധതി. ഇതെങ്ങനെ ഓർമ്മിക്കുക? കാക്കയും കോഴിയെയും പിടിച്ച് ധൻ ധാന്യ യോജന പദ്ധതി. കാക്കയും കോഴിയും എങ്ങനെ വെച്ചാൽ ധാന്യം കണ്ടാൽ വിടൂല, അതുകൊണ്ട് കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട് ധൻ ധാന്യ യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ജില്ലകൾ. അടുത്ത ക്വസ്റ്റ്യൻ കേരള കലാമണ്ഡലത്തിന്റെ കഥകളി അവതരിപ്പിക്കുന്ന ആദ്യ മുസ്ലിം പെൺകുട്ടി. കേരള കലാമണ്ഡലത്തിൽ കഥകളി അവതരിപ്പിക്കുന്ന ആദ്യ മുസ്ലിം പെൺകുട്ടിയാണ് സാംബ്രി. കേരള കലാമണ്ഡലത്തിൽ കഥകളി അവതരിപ്പിക്കുന്ന ആദ്യ മുസ്ലിം പെൺകുട്ടി സാംബ്രി. അടുത്ത ക്വസ്റ്റ്യൻ 2024 മുണ്ടശ്ശേരി സ്മാരക ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് NS മാധവന്. NS മാധവനാണ് 2024 മുണ്ടശ്ശേരി സ്മാരക ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതും NS മാധവനാണ്. അടുത്ത ക്വസ്റ്റ്യൻ 2025 കർണാടക സർക്കാരിന്റെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം ലഭിച്ചത് രാമചന്ദ്ര ഗുഹ. 2025 കർണാടക സർക്കാരിന്റെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം ലഭിച്ചത് രാമചന്ദ്ര ഗുഹ. മഹാത്മാഗാന്ധി സേവ ഗുഹയിലെല്ലാം പോയിട്ട് സേവനം ചെയ്തിട്ടാണ് കിട്ടുന്നത് രാമചന്ദ്ര ഗുഹ. മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം രാമചന്ദ്ര ഗുഹ. അടുത്ത ക്വസ്റ്റ്യൻ യുനെസ്കോയുടെ ലോക ബയോ റിസർവ് പദവി ലഭിച്ച കോൾഡ് ഡെസേർട്ട് എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. യുനെസ്കോയുടെ ലോക ബയോ റിസർവ് പദവി ലഭിച്ച കോൾഡ് ഡെസേർട്ട് എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. കോൾഡ് ഡെസേർട്ട് അത് പേരിൽ തന്നെ കണക്ട് ചെയ്യാം. കോൾഡ് ഡെസേർട്ട് പറഞ്ഞാൽ ഹിമം എന്ന് പറഞ്ഞാൽ മഞ്ഞല്ലേ, മഞ്ഞ് കൊണ്ടാൽ കോൾഡ് പിടിക്കുമല്ലോ, അപ്പോൾ ഹിമാചൽ പ്രദേശ് കോൾഡ് ഡെസേർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ വാൻകൂവർ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ തിരഞ്ഞെടുക്കപ്പെട്ട P. അഭിജിത്ത് സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി ഐ ആം രേവതി. വാൻകൂവർ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ തിരഞ്ഞെടുക്കപ്പെട്ട P. അഭിജിത്ത് സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയാണ് ഐ ആം രേവതി. ഇത് ട്രാൻസ്ജെൻഡറെ കഥ പറയുന്ന ഡോക്യുമെന്ററിയാണ് ഐ ആം രേവതി. അടുത്ത ക്വസ്റ്റ്യൻ നിപ്പ വൈറസ് ആന്റിബോഡി കണ്ടെത്താനായി തോന്നയ്ക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി വികസിപ്പിച്ച സാങ്കേതിക വിദ്യ സ്യൂഡോ വൈറോൺ. നിപ്പ വൈറസ് ആന്റിബോഡി കണ്ടെത്താനായി തോന്നയ്ക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയാണ് സ്യൂഡോ വൈറോൺ. ഇതെങ്ങനെ കണക്ട് ചെയ്യുക? തോന്നയ്ക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയാണ് നിപ്പ വൈറസ് ആന്റിബോഡി കണ്ടെത്തുന്നത്. അതായത് സ്യൂഡോ വൈറോൺ തോന്നിയ പോലെയൊന്നും നിർമ്മിച്ചാൽ പോരാ, വൈറസ് അല്ലെങ്കിൽ പടർന്നു പോകും. അതുകൊണ്ട് സ്പീഡിൽ കണ്ടുപിടിക്കണം. തോന്നിയതുപോലെ ഒന്നും കണ്ടെത്തിയാൽ പോരാ, സ്പീഡിൽ കണ്ടെത്തണം. അതാണ് സ്യൂഡോ വൈറോൺ. അടുത്ത ക്വസ്റ്റ്യൻ അടുത്തിടെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം എന്നിവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമാണ് നേപ്പാൾ. നേപ്പാളാണ് അടുത്തിടെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം എന്നിവയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം. അവിടെ വിപ്ലവം ഉണ്ടായിട്ടില്ല, ജൻസി വിപ്ലവം. നേപ്പാളിൽ ജൻസി വിപ്ലവം നടന്ന് അത് നാടുവിട്ട പ്രധാനമന്ത്രിയാണ് ശർമ്മ ഒലി ജൻസി വിപ്ലവത്തിനെ തുടർന്ന്. അതുകൊണ്ടാണ് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം എന്നിവയ്ക്കെല്ലാം അവിടെ നിരോധനം ഏർപ്പെടുത്തിയത് ജൻസി വിപ്ലവത്തെ തുടർന്ന്. അടുത്ത ക്വസ്റ്റ്യൻ 2025 ഇന്റർനാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ അവാർഡ് ലഭിച്ച രാജ്യം. 2025 ഇന്റർനാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ അവാർഡ് ലഭിച്ച രാജ്യമാണ് ഇന്ത്യ. 2025 ഇന്റർനാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് സാമൂഹിക സുരക്ഷാ മേഖലയിലുള്ള മികച്ച നേട്ടത്തിനാണ് ഇന്ത്യക്ക് ഈ അവാർഡ് ലഭിക്കുന്നത്. സാമൂഹിക സുരക്ഷാ മേഖലയിലുള്ള നേട്ടത്തിന്, അതിനാണ് ഇന്ത്യക്ക് ഈ അവാർഡ് ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആശുപത്രി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ UPI ഇടപാടുകൾക്കുള്ള ഉയർന്ന പരിധി 10 ലക്ഷം രൂപയാണ്. ആശുപത്രിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ UPI ഇടപാടുകൾക്കുള്ള ഉയർന്ന പരിധിയാണ് 10 ലക്ഷം രൂപ. അടുത്ത ക്വസ്റ്റ്യൻ 2025 അന്തരിച്ച കേരളത്തിലെ ആദ്യ വനിതാ ഫോറൻസിക് സർജൻ ഷേർലി വാസു.
ഷെർലി വാസുവാണ് 2025 അന്തരിച്ച കേരളത്തിലെ ആദ്യ വനിതാ ഫോറൻസിക് സർജൻ. ഒരു വനിത സർജറി ഒക്കെ ചെയ്യേണ്ടിക്കൽ എങ്ങനെയാ? നല്ല ധൈര്യമുള്ള ആളായിരിക്കണം. ഷെയർ എന്ന് പറഞ്ഞാൽ കടുവയില്ല, അതുപോലെ നല്ല ധൈര്യമുള്ള ആളായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഓണത്തല്ലിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? പല്ലശ്ശനയാണ് കേരളത്തിലെ ഓണത്തല്ലിന് പ്രസിദ്ധമായ സ്ഥലം. പല്ലശ്ശന എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഇതെങ്ങനെ ഓർമ്മിക്കുക? പാലത്തിൽ വെച്ചാണെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് തല്ലിയാൽ എന്ത് ചെയ്യും? പല്ല് അടിച്ചു പൊളിക്കും. പല്ലശ്ശന, പാലക്കാട്, ഓണത്തല്ല്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള ലൈസൻസ് ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ ജില്ലാതല ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള ലൈസൻസ് ലഭിക്കുന്ന ഇന്ത്യയിലെ തന്നെയാണ് ആദ്യത്തെ ജില്ലാ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ലോക പാരാ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ വ്യക്തിഗത കോമ്പൗണ്ട് ഇനത്തിൽ സ്വർണം നേടിയത് ശീതൾ ദേവി. ശീതൾ ദേവിയാണ് 2025 ലോക പാരാ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ വ്യക്തിഗത കോമ്പൗണ്ട് ഇനത്തിൽ സ്വർണം നേടുന്നത്. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഇ സന്തോഷ് കുമാറാണ് 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. തപോമയ്യുടെ അച്ഛൻ എന്ന നോവലിനാണ് ഇ സന്തോഷ് കുമാറിന് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്. 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.